മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമല്ലേ? അമ്മക്കിളിക്ക് സുഖമാണ്. ഇന്നത്തെ അമ്മക്കിളിയുടെ പുതിയ വിശേഷം എന്താ നോക്കാം. ഞാൻ പിന്നത്തേക്ക് വെച്ചതാ, എന്നാലും കുഴപ്പമില്ല. കുറച്ച് അതും അന്നത്തേക്ക് ആവശ്യമില്ല, അതുകൊണ്ടാണ് ഇപ്പൊ ഇതങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ച്. അപ്പൊ അത് എന്താണ് എടുക്കാൻ പോകുന്നത് എന്നും നമുക്ക് നോക്കിയിട്ട് വരാം. വാ മക്കളെ, അമ്മക്കിളിയുടെ പുതിയ വീഡിയോയിലേക്ക്. പട്ടാണി നിൽക്കുന്ന കണ്ടോ? അയ്യോ അയ്യോ അയ്യോപ്പാ, കൊല നിറച്ച് കൊലകൊലയാ നിൽക്കുന്ന കണ്ടോ? അടിപൊളിയല്ലേ? അയ്യോ, ഇതിലുള്ളതെല്ലാം നമുക്ക് അങ്ങ് പറിക്കാം കേട്ടോ. നല്ല മൂത്ത് നിപ്പുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അയ്യോ, കുറെ എണ്ണം ഉണങ്ങി നിൽക്കുന്ന, അതെല്ലാം ഇനും വിത്തിനെടുക്കാം. നല്ല വിളഞ്ഞു നോക്കി വേണം പറിക്കാൻ, ഇല്ലെങ്കിൽ പിന്നെ അത് കൊള്ളത്തില്ല. ഇത് കണ്ടില്ല, ഈ ഞെടുപ്പ് വാടാൻ തുടങ്ങി. ഇത്രയും കിട്ടി, ഇനിയുണ്ട് ഒത്തിരി കേട്ടോ. എല്ലാം പറിച്ചെടുക്കണ്ടായോ മക്കളെ? ഈ സൈഡിൽ നിൽക്കുന്ന കണ്ടോ? അയ്യോ, ഇതിന്റെ തണ്ടൊടിയാതെ സൂക്ഷിക്കണം, കെയർഫുള്ളായിട്ട് പറിക്കണം, ഇല്ലെങ്കിൽ അതെല്ലാം ഒടിഞ്ഞു പോകും. തണ്ടൊക്കെ ഒടിഞ്ഞു പോയാൽ പിന്നെ ഇതിന്റെ കായ് കുറയും. നമുക്ക് സമയം ഇല്ലതാണ് ഒത്തിരി നാൾ വിട്ടേക്കാനല്ലേ. നല്ലപോലെ കായ് വന്നിട്ടുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഈ പാത്രം തികയത്തില്ലെന്ന് തോന്നുന്നു, ഇനി വേറെ പാത്രം എടുക്കണം. കാര്യം അത് നിറഞ്ഞു. ഇച്ചിരി ഉള്ളത് വിചാരിച്ചിട്ടാ വന്നത്, പക്ഷെ ഇപ്പൊ ഒത്തിരി ഉണ്ട്. 3-4 ഉണങ്ങിയും പോയി. ഉണങ്ങിയതെല്ലാം നമുക്ക് വിത്തിനിടാം. ആദ്യം 2 വിത്തിന് ഞാൻ പറിച്ചിട്ടുണ്ട്, എന്നാലും ഇപ്പൊ ഉണങ്ങിയത് ഇപ്പൊ ഉണ്ടെങ്കിൽ പിന്നെ അതും അങ്ങ് വിത്തിന് നിർത്തിയേക്കാം. കാര്യം നല്ല വെയിലായിരുന്നു ഈ 2-3 ദിവസം കേട്ടോ. വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അത്ര വെയിൽ. അതുകൊണ്ടാണ് പെട്ടെന്ന് എല്ലാം പഴുത്ത് ഉണങ്ങിയതെന്ന് തോന്നുന്നു. നമുക്ക് നല്ല 2 കറിക്കുണ്ടെന്ന് തോന്നുന്നു, അത്രയും കായുണ്ട് കേട്ടോ. നമുക്ക് ഈ ഞെടുപ്പ് കാണുമ്പോൾ അറിയാം ഇത് വിളഞ്ഞോ ഇല്ലയെന്ന്, പിന്നെ തൊട്ട് നോക്കിയാലും അറിയാം. കഴിഞ്ഞ വർഷമൊന്നും ഇത്ര ഇല്ലായിരുന്നു കേട്ടോ, ഈ വർഷം ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഞെടുപ്പ് പഴുക്കുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല, നിറയെ ആയിപ്പോയി. അതുകൊണ്ട് മുറത്തിലോട്ടിടാം. നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്, ഇനിയും ഉണ്ട് പറിക്കാനേ. ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് തിന്നുകയും ചെയ്യാം. കാര്യം നല്ല മധുരമുണ്ട് ഈ ചെളപ്പം കായ്ക്കേ. ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് തിന്നും. ഇവിടെ ഉള്ളവർ പറഞ്ഞിട്ടാണ് ഞാൻ ഇത് തിന്നാൻ തുടങ്ങിയത് കേട്ടോ. നല്ല ടേസ്റ്റാ, അതുകൊണ്ട് അങ്ങ് തിന്നു പോകുന്നതാ. ഇലയുടെ ഇടയ്ക്കൊക്കെ നമുക്ക് അറിയത്തില്ല എവിടാ നിൽക്കുന്നു എന്നുള്ളതേ. ഇനിയപ്പുറത്തൊന്ന് നോക്കട്ടെ മക്കളെ. ഇഷ്ടം പോലെ കായല്ലേ, ഇത്രയും കായുണ്ട്. ഇപ്പൊ നീളമുണ്ടോ? ഇനിയും പൊക്കോണ്ടിരിക്കുവാ. ഇത് ഭയങ്കര നീളമായിട്ട് പോവുകയാണ്. ഇനി ഇതിൽ പൂ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ മണ്ടയ്ക്കെല്ലാം പൂവുണ്ട്. വരട്ടെ, ഇനിയിപ്പോ കായല്ല, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും. കുറച്ചു നേരത്തേക്ക് പറിക്കുന്ന നിർത്തിയിട്ട് നമുക്ക് വേറൊരു പരിപാടിയിലേക്ക് പോവാം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, ഈ അമ്മക്കളി ഇത് നിർത്തിയിട്ട് ഇതിനെനിക്ക് എന്ത് പരിപാടിക്കാ പോകുന്നത്. നിർത്താം, എന്നിട്ട് ഇങ്ങനെ പറിക്കാൻ ഇറങ്ങി വരുമ്പോഴേ ഓരോന്നോരോന്ന് വായിലിട്ട് ചവയ്ക്കുക. ഇവിടുത്തുകാരുടെ കൂട്ടം നല്ല ടേസ്റ്റാ. ഇന്നത്തെ പട്ടാണിയുടെ വിളവെടുപ്പ് ഇത്രയുണ്ട് കേട്ടോ. എന്നാലേ മക്കളെ, ബാക്കി വിളവൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പൊ ഇതാണ് അമ്മക്കളുടെ ഇന്നത്തെ വിശേഷം. അടുത്ത നല്ലൊരു വിശേഷമായിട്ട് അമ്മക്കളി പെട്ടെന്ന് വരാം കേട്ടോ മക്കളെ.